കടൽക്കരയിലെ വീട് എന്നൊരു കഥ ആണ് ഇന്ന് പറയാൻ പോകുന്നത്. എൻ്റെ പേര് അഷ്റഫ് കാളത്തുങ്കൽ. ചുമരുകൾക്ക് ഓർമ്മയുണ്ടോ കടലിന്റെ ശബ്ദം തൊട്ടറിയാത്ത കാറ്റിന് പോലും ലോഹത്തിന്റെ ഗന്ധമുള്ള മരുഭൂ നഗരത്തിൽ നിന്നാണ് അബ്ദു മടങ്ങിയെത്തിയത്. 28 വർഷങ്ങൾ, ഒരു മനുഷ്യായുസിന്റെ വലിയൊരു ഭാഗം അയാൾ ആ മണൽപ്പരപ്പിൽ എരിച്ചു കളഞ്ഞിരുന്നു. അവിടെ രാത്രികൾക്ക് ആകാശമുണ്ടായിരുന്നില്ല. ഉയർന്നു നിൽക്കുന്ന ഗ്ലാസ് ടവറുകൾ, മിനുസമാർന്ന ചുമരുകളിൽ പ്രതിഫലിച്ചുകൊണ്ടിരുന്ന കോടിക്കണക്കിന് യന്ത്രമനുഷ്യരുടെ ക്ഷീണിച്ച യാന്ത്രിക മുഖങ്ങൾ മാത്രമായിരുന്നു അവിടത്തെ നക്ഷത്രങ്ങളും ചന്ദ്രനും. നാട്ടിൽ തിരിച്ചെത്തിയ ആ പകലിൽ വലിയ കൊട്ടിക്കലാശങ്ങളോ ആഹ്ലാദ പ്രകടനങ്ങളോ ഉണ്ടായില്ല. പ്രവാസികൾ മടങ്ങി വരുമ്പോൾ അവർക്കൊപ്പം വരുന്നത് വിമാനത്താവളത്തിലെ കസ്റ്റംസ് പരിശോധനയിൽ പുറത്തുവരുന്ന സൂട്ട് കേസുകൾ അല്ലെങ്കിൽ ലഗേജുകൾ മാത്രമാണെന്ന് ആരും കരുതരുത്. അവർ പെട്ടിക്കുള്ളിൽ അടച്ചുവെച്ചു കൊണ്ടുവരുന്നത് ദീർഘകാലത്തെ മൗനങ്ങളുടെയും ഏകാന്തതയുടെയും ഒരു വലിയ സ്വപ്ന സാമ്രാജ്യമാണ്. പഴയ തറവാട്ടു വീടിന്റെ തുരുമ്പെടുത്ത ഇരുമ്പുവാതിൽ തുറന്നപ്പോൾ ഉമ്മറത്തെ പൊട്ടിപ്പിടിച്ച ചുമരുകൾ അയാളുടെ നിശ്വാസങ്ങളെ തിരിച്ചറിഞ്ഞു. നീ വൈകിയാണ് വന്നത്. തന്റെ തലയോട്ടിക്കുള്ളിൽ നിന്ന് ആരോ വളരെ പതുക്കെ മന്ത്രിക്കുന്നത് പോലെ അബ്ദുവിന് തോന്നി. അത് പണ്ടേ മൺമറഞ്ഞു പോയ തന്റെ ഉമ്മയുടെ ശബ്ദമായിരുന്നു. അതോ ജീവനുള്ള ഒരു വസ്തുവിനെ പോലെ ഓർമ്മകൾ സൂക്ഷിച്ച ആ പഴയ വീടിന്റെ അടക്കം പറച്ചിലായിരുന്നോ? ഉത്തരം കിട്ടാത്ത ആ ചോദ്യത്തിന് മുന്നിൽ അയാളുടെ കാലുകൾ വിറച്ചു. നിലത്തുറച്ചു പോകാതെ വീണുപോകുമോ എന്ന് അയാൾ ഭയന്നു. വീടിന്റെ സ്വീകരണ മുറിയിലെ മൂലയിലിരുന്ന പഴയ മരപ്പെട്ടിക്ക് നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ടായിരുന്നു. തുറന്നപ്പോൾ കരിഞ്ഞുണങ്ങിയ ഒരു പഴയ കത്ത് അതിനുള്ളിൽ കിടപ്പുണ്ടായിരുന്നു. 1947 കലാപകാലത്ത് ഒളിവിലിരുന്ന ഉപ്പാവ എഴുതിയതായിരുന്നു ആ കത്ത്. പ്രിയപ്പെട്ട ഉമ്മത്തി, ഇന്ന് ഗ്രാമത്തിൽ വീണ്ടും തീ പടർന്നു. മനുഷ്യർ മതത്തിന്റെയും ജാതിയുടെയും പേരിൽ പരസ്പരം വീടുകൾ കത്തിച്ചാമ്പലാക്കുന്നു. പക്ഷേ ഓർക്കുക, ഈ തീക്ക് ഒരിക്കലും മതമില്ല. അത് ജീവന്റെയും പച്ചപ്പിന്റെയും ഗന്ധമുള്ള വീടുകളെ മാത്രം തിരിച്ചറിഞ്ഞ് വിഴുങ്ങുന്നു. ആ കത്തിലെ മഷി മാഞ്ഞു തുടങ്ങിയ വരികൾ വായിച്ചപ്പോൾ അബ്ദുവിന്റെ വിരലുകൾ വിറച്ചു. കൃത്യം അതേ വാക്കുകൾ, അതേ അർത്ഥഭേദം 28 വർഷം മുമ്പ് മരുഭൂമിയിലെ ഒരു ലേബർ ക്യാമ്പിൽ വെച്ച് ഒരു സിറിയൻ അഭയാർത്ഥി പറയുന്നതും അവൻ കേട്ടിട്ടുണ്ടായിരുന്നു. മരുഭൂമിയിലെ ആരും കാണാത്ത കോണുകളിൽ കൂറ്റൻ വ്യവസായ സാമ്രാജ്യങ്ങൾ പടുത്തുയർത്തുമ്പോൾ ആയുധ കച്ചവടക്കാരുടെ കമ്പ്യൂട്ടർ സ്ക്രീനുകളിൽ രാജ്യങ്ങൾ വെറും അക്കങ്ങൾ മാത്രമായിരുന്നു. എന്നാൽ ആ തീയതി എരിഞ്ഞടങ്ങിയത് സാധാരണക്കാരുടെ മാംസമായിരുന്നു. ഒരു മലയാളി തൊഴിലാളിയുടെ വിയർപ്പും, ഒരു സിറിയൻ ബാലന്റെ കണ്ണുനീരും, ഒരു ആഫ്രിക്കൻ ഡ്രൈവറുടെ നിലവിളിയും ഒരേ നിറത്തിലുള്ള ചോരയിൽ നിന്നാണ് അടർന്നു വീണത്. പ്രവാസം മനുഷ്യനെ ജീവനുള്ള ശവങ്ങളാക്കി മാറ്റുന്നുവെന്ന് അബ്ദുവിന് അന്നാണ് പൂർണ്ണമായി മനസ്സിലായത്. വീടിന്റെ തെക്കേ അറ്റത്ത് നിന്നിരുന്ന ആ വലിയ ആൽമരം മാത്രം കാലത്തിന്റെ കുത്തൊഴുക്കിലും ഒട്ടും മാറിയിരുന്നില്ല. ഗ്രാമത്തിലെ പഴഞ്ചൻ മനുഷ്യർ അന്ന് അടക്കം പറഞ്ഞിരുന്നു. ആ മരത്തിന് മനുഷ്യരുടെ രഹസ്യങ്ങൾ കേൾക്കാനും അത് വേരുകളിലൂടെ കുടിച്ചു തീർക്കാനുമുള്ള കഴിവുണ്ട്. തുടക്കത്തിൽ അബ്ദു അതിനെ ഒരു ഗ്രാമീണ അന്ധവിശ്വാസമായി തള്ളിക്കളഞ്ഞു. പക്ഷേ കൊടും ചൂടുള്ള ഒരു പാതിരാത്രിയിൽ മുറ്റത്തിറങ്ങി നിന്നപ്പോൾ ആൽമരത്തിന്റെ ഇലകൾക്കിടയിൽ നിന്നൊരു സ്വരം കാറ്റിൽ ഉലഞ്ഞു വരുന്നതായി അയാൾ കേട്ടു. നീ എന്തിനാണ് ഇത്രയും വർഷം നിന്റെ ഉള്ളിലെ തീ പുറത്തു പറയാതെ മിണ്ടാതിരുന്നത്? ആൽമരം ചോദിച്ചു. അയാൾ ചുറ്റും നോക്കി ഭയത്തോടെ ചോദിച്ചു, ആരാണ് അവിടെ? മരത്തിന്റെ വേരുകൾ ഭൂമിക്കടിയിലൂടെ പിടയുന്ന ശബ്ദം കേട്ടു. ഞാൻ ഈ മണ്ണിന്റെ കാലാകാലങ്ങളായുള്ള ഓർമ്മയാണ്. നിങ്ങൾ മനുഷ്യൻ പേപ്പറിൽ ചരിത്രം എഴുതി വെക്കുന്നു. പക്ഷേ മണ്ണാണ് ഓരോ ചുവടിന്റെയും വഞ്ചനയുടെയും നിശ്വാസങ്ങൾ അതിനുള്ളിൽ ഒളിപ്പിച്ചു വെക്കുന്നത്. നിങ്ങളുടെ യുദ്ധങ്ങളും രഹസ്യ പ്രണയങ്ങളും അധികാരമോഹങ്ങളും ഈ മണ്ണിൽ അടക്കം ചെയ്യപ്പെട്ടവയാണ്. അബ്ദുറഹ്മാൻ തലകുനിച്ചു നിന്നു. കാരണം പുറത്തേക്ക് പറയാത്ത ഒരു കാട് തന്നെ തന്റെ നെഞ്ചക്കത്തും ആരും കാണാതെ വളർന്നിരുന്നുവെന്ന് അയാൾ തിരിച്ചറിയുകയായിരുന്നു. അതിനുള്ളിൽ ഒരു അഗ്നിപർവ്വതം എരിയുന്നുണ്ട്, ഏത് സമയത്തും പൊട്ടിത്തെറിക്കാൻ പാകത്തിൽ. അബ്ദുവിന്റെ ഏകമകൾ ലൈല ഒരു അന്വേഷണാത്മക പത്രപ്രവർത്തകയായിരുന്നു. ലോകത്തിന്റെ വിവിധ കോണുകളിലെ യുദ്ധഭൂമിയിൽ നിന്നും അഭയാർത്ഥി ക്യാമ്പുകളിൽ നിന്നും അവൾ മനുഷ്യത്വരഹിതമായ യാഥാർത്ഥ്യങ്ങൾ ലോകത്തിന് മുന്നിൽ റിപ്പോർട്ട് ചെയ്തുകൊണ്ടേയിരുന്നു. ഒരു സായാഹ്നം അവൾ വാപ്പയുടെ മുന്നിൽ വന്നിരുന്നു. അവളുടെ കണ്ണുകളിൽ പ്രവാസത്തിന്റെ യാന്ത്രികതയേക്കാൾ തീവ്രമായ ഒരു ചോദ്യമുണ്ടായിരുന്നു.
വാപ്പ, നിങ്ങൾ ഞങ്ങളെ വർഷങ്ങളോളം വിട്ടുപിരിഞ്ഞു. ആ മണലാരണ്യത്തിലേക്ക് എന്തിനാണ് പോയത്? പണത്തിനു വേണ്ടിയാണെന്ന് നിങ്ങൾ പറയും. പക്ഷേ ആ പണം കൊണ്ട് നിങ്ങൾ വാങ്ങിയ വീടിന്റെയും സൗകര്യങ്ങളുടെയും ഇടയിൽ നഷ്ടപ്പെട്ടു പോയത് ഞങ്ങളുടെ ബാല്യമാണ്, ഉമ്മയുടെ യൗവനമാണ്. അബ്ദു മറുപടിയൊന്നും പറഞ്ഞില്ല. വാക്കുകൾ തൊണ്ടയിൽ കുടുങ്ങിപ്പോയിരുന്നു. ചില ചോദ്യങ്ങൾക്ക് ഈ ലോകത്ത് ഉത്തരങ്ങളില്ല, അല്ലെങ്കിൽ ആ ഉത്തരങ്ങൾ കേൾക്കാനുള്ള ആത്മധൈര്യം മനുഷ്യന് ഒരിക്കലും ഉണ്ടാകില്ല. വർഷങ്ങളോളം താൻ കൃത്യമായി ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് പണം അയച്ചുകൊണ്ടിരുന്നു. പക്ഷേ നഷ്ടപ്പെട്ടു പോയ സമയം തിരികെ വാങ്ങാൻ ലോകത്തിലെ ഒരു കറൻസിക്കും ആവില്ലെന്ന് അയാൾ വൈകിയാണ് തിരിച്ചറിഞ്ഞത്. അറയിലെ ചുമരിൽ തൂക്കിയിട്ടിരുന്ന പഴയൊരു ക്ലോക്ക് യാത്ര തിരിക്കുന്നതിന് മുമ്പ് റഹ്മാൻ വെച്ചുപോയതായിരുന്നു. അതിന്റെ സൂചികൾ എപ്പോഴോ നിശ്ചലമായി പോയിരുന്നു. അതിന്റെ ബാറ്ററി നിന്നിരുന്നു. സമയം എന്നത് മനുഷ്യൻ അവന്റെ മരണത്തെ ഭയന്നുണ്ടാക്കിയ ഒരു വ്യാജമാഭിനിയാണെന്ന് അയാൾ ചിന്തിച്ചു. മരുഭൂമിയിൽ ഓരോ മണിക്കൂറും പണമായി എണ്ണപ്പെട്ടപ്പോൾ നാട്ടിലെ പ്രകൃതിയുടെ സമയം പതുക്കെയായിരുന്നു ഒഴുകിയിരുന്നത്. എന്നാൽ റഹ്മാന്റെ ആന്തരിക സമയബോധം മാത്രം എവിടെയോ വഴിതെറ്റി. 28 വർഷങ്ങൾക്ക് മുൻപുള്ള ആ ഒരു നിമിഷത്തിൽ എന്നേക്കുമായി കുടുങ്ങിപ്പോയിരുന്നു കയ്യിലെ വാച്ച്. നിശ്ചലമായാലും മനുഷ്യനിലെ ആകുലതകളുടെ പെൻഡുലം മാത്രം അനന്തമായി ചലിച്ചുകൊണ്ടേയിരിക്കും. ഗ്രാമത്തിലെ ഉപേക്ഷിക്കപ്പെട്ട പഴയ പള്ളിയുടെ ചുവരുകൾക്ക് പിന്നിൽ വിചിത്രമായൊരു ജീവിതം കഴിഞ്ഞുകൂടിയിരുന്നു. ആർക്കും മുഖം കൊടുക്കാത്ത, എപ്പോഴും ഒരു പഴയ സ്യൂട്ട് കേസ് പിടിച്ച് നടന്നിരുന്ന വൃദ്ധൻ യൂസഫ്. ഒരു ദിവസം അബ്ദു അയാളുടെ അരികിൽ ചെന്ന് ചോദിച്ചു, നിങ്ങൾ യഥാർത്ഥത്തിൽ ആരാണ്? ഈ ഗ്രാമത്തിൽ നിങ്ങൾക്ക് ആരുണ്ട് നിങ്ങൾക്ക്? യൂസഫ് മങ്ങിയ കണ്ണുകളോട് ഒന്ന് പുഞ്ചിരിച്ചു. ആ ചിരിയിൽ ഒരു സാമ്രാജ്യത്തിന്റെ തകർച്ചയുടെ അവശിഷ്ടങ്ങൾ ഉണ്ടായിരുന്നു. ഞാൻ ഒരു കാലത്ത് ഒരു രാജ്യത്തിന്റെ അഭിമാനമായിരുന്നു, ഉത്തമ പൗരനായിരുന്നു. മകനെ, പിന്നീട് അവിടെ ഒരു യുദ്ധം വന്നു. ഞാൻ ആ രാജ്യത്തിന്റെ ഇരയായി മാറി. അതിനുശേഷം അതിർത്തികൾ മാറിയപ്പോൾ ഞാൻ ഏതാനും നമ്പറുകളുള്ള ഒരു അഭയാർത്ഥി രേഖയായി ചുരുങ്ങി. ഇന്ന് ഈ ഭൂമിയിൽ എനിക്ക് രാജ്യങ്ങളില്ല, പാസ്പോർട്ടുകളില്ല. ഞാനൊരു പാവം മനുഷ്യൻ മാത്രം, ഒരു പാവം മനുഷ്യൻ. ആ വാക്കുകൾ അബ്ദുവിന്റെ നെഞ്ചിൽ ആഴത്തിൽ പതിഞ്ഞു. അഭയാർത്ഥികൾ എന്ന് പറഞ്ഞാൽ വീടുകളും നാടും നഷ്ടപ്പെട്ടവർ. അതുമാത്രമല്ല, തങ്ങളുടെ സ്വന്തം ഓർമ്മകൾ പോലും എവിടെ സൂക്ഷിക്കണം എന്നറിയാതെ അലയുന്നവരാണവർ. ലോകം മുഴുവൻ അഭയാർത്ഥികളായി മാറുന്നു. ജീവിതത്തിന്റെ സായാഹ്നത്തിൽ അബ്ദുറഹ്മാൻ താൻ അനുഭവിച്ചതും കണ്ടതുമായ എല്ലാ മൗനങ്ങളും ഒരു ഡയറിയിൽ കുറിച്ചു വെക്കാൻ തുടങ്ങി. അതൊരു സാധാരണ ആത്മകഥയായിരുന്നില്ല, മറിച്ച് മനുഷ്യന്റെ അതിജീവനത്തിന്റെ ചരിത്രമായിരുന്നു. ആ പുസ്തകത്തിന് അയാൾ പേരിട്ടു പറയാതെ പോയ മനുഷ്യരുടെ ചരിത്രം. ആ താളുകളിൽ രാജാക്കന്മാരുടെ വിജയഗാഥകളോ കൊട്ടാരങ്ങളുടെ ചരിത്രമോ ഉണ്ടായിരുന്നില്ല. പച്ചയായ മനുഷ്യർ. ഭർത്താവിന്റെ വരവ് കാത്ത് ജനലഴികളിൽ കണ്ണുനട്ടിരുന്ന ഒരു സ്ത്രീയുടെ, ഒരു അമ്മയുടെ ഒരു ഏകാന്തത. മരുഭൂമിയിലെ പൊള്ളുന്ന വെയിലിൽ ഉരുകി വലിച്ച ഒരു തൊഴിലാളിയുടെ വിയർപ്പ് തുള്ളികൾ. യുദ്ധമുഖത്ത് ബോംബ് ശബ്ദം കേട്ട് നിലവിളിച്ച ഒരു കുഞ്ഞിന്റെ പേടി. അന്യദേശത്ത് ഒറ്റപ്പെട്ടു പോയ ഒരു പ്രവാസിയുടെ നിശബ്ദമായ തേങ്ങലുകൾ. കനിവ്, പ്രതീക്ഷിക്കുന്ന ദരിദ്രൻ. അങ്ങനെ എണ്ണമറ്റ ജീവിതങ്ങൾ അതിലുണ്ടായിരുന്നു. അബ്ദു വിട പറഞ്ഞ ആ സന്ധ്യയിൽ ഗ്രാമത്തിലെ സകല മനുഷ്യരും ആ പഴയ ആൽമരത്തിന്റെ ചുവട്ടിൽ വന്ന് നിശബ്ദരായി ഒത്തുകൂടി. അന്ന് ആരും നീട്ടി പ്രസംഗങ്ങൾ നടത്തിയില്ല, ആരും ഉച്ചത്തിൽ കരഞ്ഞു കരഞ്ഞിയില്ല. കാരണം ചില മനുഷ്യരുടെ ജീവിതം വാക്കുകളാൽ ഒതുക്കാവുന്ന ഒന്നല്ല. അതൊരു തുറന്ന പുസ്തകവും നിശബ്ദ പ്രാർത്ഥനയുമാണ്. അയാൾ കണ്ണടച്ച ആ നിമിഷത്തിൽ ആൽമരത്തിന്റെ കൊമ്പിൽ നിന്ന് പച്ചയായ ഒരു ഇല പതുക്കെ കാറ്റിൽ പറന്ന് അയാളുടെ നെഞ്ചിലേക്ക് വീണു. ആ ഇലയിൽ പ്രകൃതിയുടെ കയ്യക്ഷരത്തിൽ ഏതാനും വരികൾ എഴുതിയിട്ടുണ്ടായിരുന്നു. രാജ്യങ്ങൾ മാറും, അതിർത്തികൾ തകരും, ചരിത്രത്തിന്റെ താളുകൾ കീറിപ്പറിഞ്ഞു പോകും. പക്ഷേ ഒരു അമ്മയുടെ കണ്ണുനീരിന്റെ ഒപ്പും ഒരു സാധാരണ മനുഷ്യന്റെ വേദനയുടെ ചൂടും കാലം കഴിഞ്ഞാലും ഒരേ ഭാഷയിൽ ബാക്കിയാകും. ഭൂപടങ്ങളിൽ വരച്ചുവെച്ച വർണ്ണാഭമായ വരകൾക്കപ്പുറം മനുഷ്യൻ മാത്രമാണ് അവസാനത്തെ മായാത്ത രാജ്യമെന്ന് ആ ആൽമരം സാക്ഷി പറഞ്ഞു. മരത്തിന്റെ നെല്ലുകൾ സൂര്യനൊപ്പം തറയ്ക്കാതെ അവനെ പൊതിഞ്ഞു. അബ്ദുൽ റഹ്മാന്റെ വിയോഗത്തിന് ശേഷം ആ വീടിന്മേലുള്ള മൗനത്തിന്റെ വേദന ഇരട്ടിച്ചു. ലൈല വാപ്പയുടെ ഡയറിക്കുറിപ്പുകളും പഴയ കത്തുകളും ഓരോന്നായി പരിശോധിച്ചുകൊണ്ടിരുന്നു. അതിനിടയിലാണ് അവൾ മരപ്പെട്ടിയിലെ രണ്ടാമതൊരു രഹസ്യം കൂടി കണ്ടെത്തുന്നത്.
ഒരു തുണിയിൽ പൊതിഞ്ഞു സൂക്ഷിച്ചിരുന്ന ഒരു പിടി ചുവന്ന മണ്ണും കുറച്ചു കരിഞ്ഞ കടലാസു തുണ്ടുകളുമായിരുന്നു അത്. ഉപ്പാവ 1947 എഴുതിയ കത്തിന്റെ ബാക്കി ഭാഗം ആ കരിഞ്ഞ കടലാസുകളിൽ അവശേഷിക്കുന്നുണ്ടായിരുന്നു. നമ്മുടെ വീട് നഷ്ടപ്പെട്ടേക്കാം ഉമ്മത്തി, പക്ഷേ ഈ മണ്ണ് നമ്മുടേതാണ്. ആരും അത് വെട്ടിമുറിച്ചാൽ തീരില്ല. അതിർത്തികൾ കോറിയിടുന്ന രാഷ്ട്രീയക്കാർക്ക് മനുഷ്യന്റെ ജീവനേക്കാൾ വലുത് ഭൂപടത്തിലെ വരകളാണ്. എന്നാൽ അതെല്ലാം കാലം മായ്ച്ചു കളയുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്, ഉപ്പാവ് പറഞ്ഞു. ആ വരികൾ വായിച്ചപ്പോൾ ലൈലയുടെ മനസ്സിൽ ഒരു വെളിച്ചം വീണു. ഉപ്പ പ്രവാസത്തിലേക്ക് പോയതും അവിടെ അത്രയും കാലം അനുഭവിച്ച ഏകാന്തതയും തങ്ങളോട് പറയാതെ അടക്കിവെച്ച നെടുവീർപ്പുകളും അവൾക്ക് പെട്ടെന്ന് മനസ്സിലായി. പ്രവാസം എന്നത് വെറുമൊരു നാടുവിട്ടു പോകലല്ല, സ്വന്തം വേരുകളിൽ നിന്ന് സ്വയം പറിച്ചെറിയപ്പെടലിന്റെ വീണ്ടും ഒരു മണ്ണിൽ വേരുപിടിപ്പിക്കാൻ പാടുപെടുന്നതിന്റെയും വലിയൊരു നോവാണ്. കാലം വേഗത്തിൽ കടന്നുപോയി. ഗ്രാമത്തിൽ വലിയ മാറ്റങ്ങൾ വന്നു തുടങ്ങിയിരുന്നു. പഴയ ഓടുമേഞ്ഞ വീടുകൾക്ക് പകരം കോൺക്രീറ്റ് മാളികകൾ ഉയർന്നു. എങ്കിലും തെക്കേ അറ്റത്തെ ആ പഴയ ആൽമരവും അതിനോട് ചേർന്ന് നിന്ന അബ്ദുറഹ്മാന്റെ വീടും മാത്രം ഒരു ചരിത്ര ശേഷിപ്പ് പോലെ ബാക്കിയായി. ലോകത്തിന്റെ വിവിധ കോണുകളിൽ നിന്ന് പ്രവാസികളായ കുറെ കൂടി ചെറുപ്പക്കാർ ആ ഗ്രാമത്തിലേക്ക് മടങ്ങി വരാൻ തുടങ്ങി. അവർ കൊണ്ടുവന്നതും സൂട്ട് കേസുകൾ മാത്രമായിരുന്നില്ല. അവരുടെ കണ്ണുകളിലും അബ്ദുറഹ്മാന്റേതുപോലെയുള്ള മൗനങ്ങളുടെ വലിയൊരു രാജ്യമുണ്ടായിരുന്നു. ഒരു വൈകുന്നേരം ലൈല ആൽമരച്ചുവട്ടിൽ വന്നിരുന്നു. കാറ്റ് ശക്തമായി വീശി അടിച്ചപ്പോൾ മരത്തിന്റെ ഇലകൾ ഒന്നുകൂടി ഉലഞ്ഞു. ആകാശത്തേക്ക് നോക്കിയ അവൾക്ക് തോന്നി, രാജ്യങ്ങളും അതിർത്തികളും നമ്മെ അകറ്റാൻ എത്ര ശ്രമിച്ചാലും മനുഷ്യന്റെ ചോരയും വിയർപ്പും ഏതു മണ്ണിലും ഒരേപോലെയാണ് പെയ്യുന്നത്. അവൾ ഡയറി തുറന്നു. വാപ്പ അപൂർണമാക്കി വെച്ച ആ പുസ്തകത്തിന്റെ അടുത്ത അധ്യായം എഴുതാൻ തുടങ്ങി. മനുഷ്യർ വീടുകൾ പണിയുന്നത് ചുമരുകൾ ഉണ്ടാക്കാനല്ല, മറിച്ച് മറവികളിൽ നിന്ന് രക്ഷപ്പെടാനാണ്. പക്ഷേ ആ വീടുകൾ ഒടുവിൽ മൺമറയുമ്പോൾ ബാക്കിയാകുന്നത് സ്നേഹത്തിന്റേത് മാത്രമായ ഒരു പാട്ട്. ആ ഭാഷയിലേക്ക് ഒടുക്കം എല്ലാവരും എത്തും. കഥ ഇവിടെ അവസാനിക്കുന്നു. നന്ദി.